അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ് അല്ലേ? അപ്പം വെള്ളം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന് നോക്കാം. കിണറിൽ നിന്നും വെള്ളം കോരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ധാരാളം ധനം സമ്പാദിക്കും എന്നാണ്. വെള്ളപ്പൊക്കം സ്വപ്നം കണ്ടാൽ തനിക്കെന്തോ ആപത്ത് വരാൻ സംഭവിക്കാനിടയുണ്ട് എന്നാണ്. തെളിഞ്ഞ വെള്ളം ശുദ്ധജലം കണ്ടാൽ സമ്പത്ത് വരാൻ പോകുന്നു എന്നാണ്. കലങ്ങിയ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഹറാമായ സമ്പാദ്യം അവൻ ലഭിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. പുഴയിലോ നല്ല ശുദ്ധജലത്തിലോ കുളിക്കുന്നത് കണ്ടാൽ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം വിട്ടുമാറാൻ പോകുന്നു എന്നാണ്. സന്തോഷം കടന്നു വരും എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. വെള്ളമെടുത്ത് വെറുതെ ഒഴിച്ചു കളയുന്നത് കണ്ടാൽ തനിക്ക് ഗുണമോ ദോഷമോ ഇല്ലാത്ത കാര്യത്തിന് ധനം ചെലവാക്കുമെന്നാണ്. വെള്ളമെടുത്തുകൊണ്ട് സസ്യങ്ങളുടെ മുരട് നനയ്ക്കുന്നത് കണ്ടാൽ അയാളുടെ ധനം കൊണ്ട് അനാഥരെ പോറ്റും എന്നാണ്. ഇനി ഒരാൾ വെള്ളമെടുത്ത് ഒരാൾക്ക് നൽകുന്നത് കണ്ടാലോ, അയാൾ നല്ല നിലയ്ക്ക് ജീവിക്കുമെന്നും അനാഥരെയും ദുർബലരെയും പോറ്റാൻ വേണ്ടി ധനം ചിലവഴിക്കും എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് വെള്ളമെടുക്കുന്നത് കണ്ട് അതിൽ ചപ്പും ചവറും അഴുക്കുമുണ്ട് എങ്കിൽ അയാളുടെ നല്ല ധനത്തിൽ ചീത്ത ധനം കലർത്തപ്പെടും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത്, ഒരാൾ വെള്ളം കോരിയെടുക്കുമ്പോൾ ബക്കറ്റ് വീഴുന്നത് കണ്ടാൽ, കിണറ്റിലേക്ക് വീഴുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന ഉപകാരം നിർത്തുന്നതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഒരാൾ കിണറ്റിൽ വീഴുന്നതായിട്ട് കണ്ടാലോ അല്ലെങ്കിൽ കിണറ്റിൽ ഇറങ്ങുന്നതായിട്ട് കണ്ടാലോ അവൻ ദുഃഖത്തിൽ നിന്നും മുക്തനാവുകയും വിജയിക്കുമെന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഇനി ഒരാൾ വീട്ടിൽ നിന്നോ കിണറ്റിൽ നിന്നോ വെള്ളം പുറത്തു വരുന്നതായിട്ട് കണ്ടാൽ അയാളുടെ അധിക ധനവും ചിലവാക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്തത്, വെള്ളമെടുത്ത് കൃഷി നനയ്ക്കുന്നത് സ്വപ്നം കണ്ടാൽ അയാൾ ദൈവമാർഗത്തിലേക്ക് ധനം ചിലവാക്കും എന്നാണ് കാണപ്പെടുന്നത്. വെള്ളം ദാനം ചെയ്യുന്നത് കണ്ടാലോ എങ്കിൽ ശത്രുവിൽ നിന്ന് മോചനം ഉണ്ടാകുമെന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത്, ധാരാളം വെള്ളം കുടിക്കുന്നത് സ്വപ്നം കണ്ടാൽ ദീർഘായുസ്സിൻ്റെ ലക്ഷണമാണെന്ന് സൂചിപ്പിക്കുന്നു. അടുത്തത്, കോപ്പയിൽ നിന്ന് തെളിഞ്ഞ വെള്ളം കുടിക്കുന്നത് സ്വപ്നം കണ്ടാൽ ഭാര്യ മക്കളിൽ നിന്ന് കാര്യമായ ഗുണം വരാനുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട്, വെള്ളത്തിൽ നിൽക്കുന്നത് സ്വപ്നം കണ്ടാലോ അപലക്ഷണമാണെന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അടുത്തത്, ഉപ്പുവെള്ളം കണ്ടു കഴിഞ്ഞാൽ അത് മനഃപ്രയാസത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത സ്വപ്നം, കടൽ വെള്ളം കുടിക്കുന്നത് കണ്ടാൽ അധികാരികളുടെ ഭീഷണിയോ അല്ലെങ്കിൽ രോഗലക്ഷണമോ ആയിട്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അടുത്ത സ്വപ്നം എന്ന് പറയുന്നത്, അവിവാഹിതർ ശുദ്ധജലം കണ്ടു കഴിഞ്ഞാൽ അത് വിവാഹത്തിൻ്റെ ലക്ഷണമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇനിയും ഒരുപാട് വെള്ളത്തിനെ കുറിച്ച് വ്യാഖ്യാനങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള നല്ല നല്ല അറിവിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ റമദാൻ മാസത്തിൽ നിങ്ങളുടെ ദുആയിൽ എൻ്റെ ഉമ്മാനെ ഉപ്പാനെ ഉൾപ്പെടുത്തണം. കാരണം അവർ ഇന്ന് ഖബറിലാണ്. അവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.